എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഭയങ്കര മഴയാണ്. രാവിലെ രാവിലെ നല്ല വെയിലായിരിക്കും കേട്ടോ. രാത്രിയൊന്നും വൈകുന്നേരം, അതായത് ഈവനിങ് നല്ല മഴയായിരിക്കും. അപ്പോൾ ചില സമയത്ത് നല്ല വെളിച്ചം കിട്ടുമ്പോൾ ആ ഗ്യാപ്പിൽ കയറി വീഡിയോ എടുക്കലാണ് ഇപ്പം എൻ്റെ ഹോബി. സോ ഇന്ന് ഞാൻ വന്നത് ഒരു എഗെയിൻ ഒരു ഡയപ്പർ റിവ്യൂ ആയിട്ട് തന്നെയാണ്. ഞാൻ അന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ബംടം ഡയപ്പർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ മേടിച്ചത്. സോ ഞാൻ രണ്ടാമത് ഒരു ന്യൂ ഡയപ്പർ ട്രൈ ആക്കാൻ നോക്കാമെന്ന് വിചാരിച്ച്. ഇത് ഞാൻ മോനക്കും ട്രൈ ആക്കി നോക്കിയിട്ടില്ലായിരുന്നു. അപ്പം ഇറ്റ്സ് മൈ ഫസ്റ്റ് ഡയപ്പർ ദാറ്റ് ഐ ആം ട്രൈയിങ്. അപ്പം ഏതാന്ന് വെച്ചാൽ വേറെ ഇതുമല്ല, ഒരു ലിറ്റിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള കംഫി പാൻസ് ആണ് ഇന്നത്തെ എൻ്റെ റിവ്യൂ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ടു ബി ഹോണസ്റ്റ്, ഈ ഡയപ്പർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. റീസൺസ് പലതും ഉണ്ട്. കമ്പയറിങ് ടു ബംടം, ഞാൻ ബംടം ഡയപ്പറായിട്ട് കമ്പയർ ചെയ്യുന്നത്, വേറെ ഒരു ഡയപ്പറും അല്ല ഞാൻ കമ്പയർ ചെയ്യുന്നത്. പാമ്പേഴ്സ് ഈസ് ഓക്കെ, ലൈക്ക് നോർമലി എവ്രി വൺ ഈസ് യൂസിങ് പാമ്പേഴ്സ്. ബട്ട് ബംടം അതേപോലെ തന്നെ ലിറ്റിൽസും ആയിട്ടാണ് എന്താ പറയുക ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നത്. സോ ഇത് അബ്സോർബൻസി അടിപൊളിയായിട്ട് അബ്സോർബൻസി ഉണ്ട്, ലീക്കേജ് ഇല്ല. അതേപോലെ തന്നെ പൂപ്പ് ചെയ്താലൊന്നും, അന്ന് ബംടമിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഇതിൽ ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ പാക്കേജിങ് ആയാലും സെയിം ആസ് എവറി ഡയപ്പർ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഞാൻ മേടിച്ച സൈസ് സ്മോളാണ്. ഞാനിപ്പോൾ ഇത് എത്ര എണ്ണം യൂസ് ചെയ്ത് വെച്ചാൽ 2 ഡയപ്പർ ഞാൻ യൂസ് ചെയ്ത് നോക്കി മോൾക്ക്, എന്നിട്ടല്ലേ എനിക്ക് റിവ്യൂ പറയാൻ പറ്റുള്ളൂ. ഞാൻ യൂസ് ചെയ്തത് എങ്ങനെയുണ്ട് നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. സോ ഞാൻ യൂസ് ചെയ്ത് നോക്കി, റാഷസ് ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലീക്കേജ് ഇല്ല, ബാഡ് സ്മെല്ലൊന്നും അങ്ങനെ പുറത്തേക്ക് വരുന്നില്ല. പൂപ്പ് അത്യാവശ്യം നല്ലോണം പൂപ്പല്ല, യൂറിൻ അത്യാവശ്യം നല്ലോണം അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രിൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല ഇഷ്ടമായി പ്രിൻ്റ്. നല്ലൊരു വൈറ്റിൽ ബ്ലൂ റെഡ് കളേഴ്സാണ് വരുന്നത്. അതുകൊണ്ട് എനിക്കിത് നല്ല ഇഷ്ടമായി. ബംടമിൻ്റെ പ്രിൻറ്റും നല്ല രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇത് നല്ല സോഫ്റ്റ് ആട്ടോ. മറ്റേ എന്താ പറയുക, പാമ്പേഴ്സിനൊന്നും ഈ ഒരു സോഫ്റ്റ്നെസ് ഞാൻ കണ്ടിട്ടില്ല. ഇത് നല്ല സോഫ്റ്റാണ്. അത്യാവശ്യം പുറമേ തന്നെ നമുക്ക് നോക്കിയാലോ അല്ലെങ്കിൽ ടച്ച് ചെയ്താലോ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഒരു തിക്നെസ്. ഇതിൻ്റെ ഇന്നർ ലെയർ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഞാൻ ബംടമിന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു എന്താ പറയുക, യൂറിൻ പാസ് ചെയ്താലും കൂടുതൽ വെറ്റായാലൊക്കെ ഈ ജെല്ല്, അതിൻ്റെ ഉള്ളിലുള്ള ജെല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് കോട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ബംടം ഡയപ്പറിന് എനിക്ക് പേഴ്സണലി ലീക്കേജ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ആ ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന് പെർ പാൻസ് 9 റുപ്പീസാണ് വരുന്നത്. പിന്നെ എനിക്ക് കിട്ടിയത് ഓഫറിലായിരുന്നു, 275 റുപ്പീസിനാണ് എനിക്ക് ഓഫർ പ്രൈസിന് കിട്ടിയത്. ഞാൻ മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. 40 കൗണ്ട്സാണ് ഇതിലുള്ളത് കേട്ടോ, 40 കൗണ്ട്സാണ് ഇതിലുള്ളത്. അതിൽ ഞാനൊരു 4 അല്ല 3 2 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമലി ബംടം ഞാൻ രാത്രി ഞാൻ മോൾക്ക് ഇട്ട് കൊടുത്താൽ മിനിമം ഞാൻ പറയട്ടെ ഒരു 4 or 5 ഞാൻ ആൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥയാണ്. കാരണം ഓരോ കുട്ടികൾ ഡിപ്പെൻസ് ചെയ്ത് നിൽക്കും, അത് വേറെ കാര്യം. കാരണം യൂറിൻ കൂടുതൽ പാസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ഇഷ്യൂസ് വരും. പക്ഷെ ഇത് ഞാൻ ആകെ 2 എണ്ണയെ മാറ്റി കൊടുത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ മഴക്കാലത്താകുമ്പോൾ യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി എന്തായാലും കൂടും. പക്ഷെ ഇവക്ക് എന്താ പറയുക, ഇതൊന്നും വന്നിട്ടില്ല, അതായത് ലീക്കേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്നലെ നൈറ്റാണ് ഞാൻ യൂസ് ചെയ്തത്. അതേപോലെ തന്നെ റാഷസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. മോക്ക് എന്താ ക്ലോത്ത് ഇല്ലേ, നമ്മൾ സാധാ നോർമൽ ക്ലോത്ത് വെക്കുമ്പോൾ റാഷ് ഉണ്ട്. ഞാൻ അന്ന് പറയാൻ വിട്ടുപോയി, ബംടമിനും റാഷസ് ഒന്നും വരുന്നില്ല കേട്ടോ, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ബംടമിന് ഞാൻ പറഞ്ഞ കുറച്ച് ഇഷ്യൂസ്, അതായത്
ലീക്കേജ്, പൂപ്പിൻ്റെ സ്മെല്ല് പൂപ്പിൻ്റെ സ്മെല്ല് നല്ലോണം വരുന്നത്, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസാണ് ബം ടമ്മിന് ഉണ്ടായിരുന്നുള്ളൂ. ഇൻ മൈ കേസ്, എൻ്റെ ഒപ്പീനിയൻ ആട്ടോ ഞാൻ പറയുന്നത്. പിന്നെ പക്ഷേ ഇതിന് അങ്ങനത്തെ സ്മെല്ലോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിൻ്റെ ഉള്ളിലുള്ള എന്താ പറയുക, ജെല്ല്, അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ജെല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഡയപ്പർ ഐ എം പ്രിഫറിങ് യു ഇഫ് യു ആർ എ ന്യൂ മോം. ഓക്കെ, അഫോർഡബിൾ ആണോ വെച്ചാൽ യാ, ഇറ്റ്സ് അഫോർഡബിൾ കമ്പയർ ടു പാമ്പേഴ്സ്, മാമി പോക്കോ ആൻഡ് മാമി പോക്കോ. ഈ രണ്ട് ഡയപ്പറിന് കമ്പയർ ചെയ്ത് നോക്കുമ്പം ദ ലിറ്റിൽസ് ഈസ് അഫോർഡബിൾ. സോ ഇതിൽ ഇവർ സൈസ് കൊടുത്തത് കംഫി ബേബി പാൻസ്, ലൈക്ക് പാൻസ് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു ഇവർ അവൈലബിൾ. ഇത് പാൻസ് ആണ് കേട്ടോ, ഇതാ ഇത് പാൻസ് ആണ് ഞാൻ മേടിച്ചത്. നോർമൽ എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെയാണ് ഇത് റിമൂവ് ചെയ്യൽ, അങ്ങനെ ഊരിയെടുക്കാം, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇത് ഇവർക്ക് സൈസ് ഏതൊക്കെയാണ് വരുന്നത് വെച്ചാൽ സ്മോളും മീഡിയം ലാർജും എക്സലും വരുന്നുണ്ട്. അതിൽ ഞാൻ സ്മോള് സ്മോളാണ് ഞാൻ മേടിച്ചത്. മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്, എക്സൽ ഉണ്ട് ലിറ്റിൽ പാൻസിന്. പിന്നെ ഇതിൽ പറയുന്നത് അപ് ടു 10 hours അബ്സോർബൻസി പറയുന്നുണ്ട്. യാ, ഇറ്റ്സ് ഓക്കെ. 10 hours ഒന്നും എന്തായാലും നമ്മൾ മക്കൾക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നില്ല, ബട്ട് ഹാവ് അബ്സോർബൻസി നൈസ്ലി. പിന്നെ കോട്ടൺ സോഫ്റ്റ് ആണ്, അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട്. ഉള്ളിലാണെങ്കിലും അതായത് ഇന്നർ പോർഷനിലാണെങ്കിലും ഔട്ടർ പോർഷനിലാണെങ്കിലും നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. മിക്ക ഡയപ്പേഴ്സിനും ഉണ്ട്. പുറം ഭാഗം തന്നെ നമ്മൾ തൊട്ട് നോക്കിയാൽ ഒരു ഒര എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ലല്ലേ, ഒരു എന്താ പറയുക, ഒരു ഡിസ്കംഫേർട്ട്, നമ്മൾ തൊടുമ്പോൾ ഒരു സുഖമില്ലായ്മ ഉണ്ടാവലുണ്ട്. പക്ഷെ ഇതിനങ്ങനെയല്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇട്ട് കൊടുക്കുമ്പോഴും കംഫർട്ടബിളാണ്, അവളും കംഫർട്ടബിളാണ്. ഇപ്പം നോ ഇഷ്യൂസ്. റാഷസും കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ റാഷസും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ ഇതിന്. അപ്പം ഇതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും വേസ്റ്റിൻ്റെ കാര്യങ്ങളും, അതായത് വേസ്റ്റ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഇവിടെ ബാക്ക് സൈഡിൽ എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് ഇവർ ഇവിടെ കൊടുത്തത് 399 ആണ്. കണ്ടോ, കൊടുക്കാവുന്നല്ലേ. ഓക്കെ, യാ കണ്ടോ, 399 ആണ് പാക്കേജിൽ കൊടുത്തത്. ഞാനിപ്പം സമയം എത്രയായി, 5 മണിയായി. ഈ 5 മണിക്ക് ഞാൻ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കയറി നോക്കിയപ്പം അവർ റേറ്റ് കൊടുത്തത് 398 അങ്ങനെ എത്ര എന്നാണ്. ഈ സെയിം ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് 275 എനിക്ക് 40 പാൻസ് എനിക്ക് കിട്ടിയത്. സോ ന്യൂ മോംസിനോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നോക്കി നിൽക്കണം, എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പം പോയി പർച്ചേസ് ചെയ്യുക. ഓർഎൽസ് നമുക്ക് നല്ലൊരു വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് ഈ ഡയപ്പറിൻ്റെ കേസ്. സത്യം പറഞ്ഞാൽ ഒരു എമൗണ്ട് എന്തായാലും പോകും. ഈ 40 പാൻസ് തന്നെ ഒരു മാസം നിൽക്കില്ല. ഇപ്പം 275 ഞാൻ ഒരു മാസം 2 പ്രാവശ്യം മേടിക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആകും. അതിനിപ്പോൾ 70 പാൻസ് ആണെങ്കിലും ഇഫ് ദാറ്റ് പാൻസ് ഹാസ് നോട്ട് ലൈക്ക് കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഞാൻ പിന്നെയും സെയിം പ്രൈസ് കൊടുത്തിട്ട് 70 പാൻസ് മേടിക്കേണ്ടി വരും. പിന്നെ അഫോർഡബിൾ അല്ല, അതായത് പാമ്പേഴ്സ് ഒന്നും എനിക്ക് അഫോർഡബിൾ അല്ല. നല്ല റേറ്റ് അത്യാവശ്യം പാമ്പേഴ്സിനൊക്കെ വരുന്നുണ്ട്. സോ ആർക്കെങ്കിലും ഇത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി മേടിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. സോ ലിറ്റിൽസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഞാൻ സംഭവം ഉണ്ടല്ലോ, ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അതായത് ഫ്ലിപ്കാർട്ടിലായാലും കുറേ ഞാൻ മൂക്കിങ്ങനെ കയറ്റുന്നതുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെങ്കിൽ ജലദോഷം ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, എനിവേ ലീവ് ഇറ്റ്. ഞാൻ എന്താ പറയാൻ വിചാരിച്ചിന്, എന്തോ പറയാൻ വിചാരിച്ചിനല്ലോ.
ആ ഞാനിത് നോർമലി ഈ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഞാനിത് കാണാറുണ്ട് പൊതുവെ, ഈ ലിറ്റിൽസിൻ്റെ ഡയപ്പർ. ബട്ട് അന്നൊക്കെ മുൻഗണന ഒന്നെങ്കിൽ പാമ്പേഴ്സ് അല്ലെങ്കിൽ മാമി പോക്കോ ഇതൊക്കെ അല്ലേ അറിയുള്ളൂ. ബംടം ആയാലും ഇപ്പോഴത്തല്ലേ വന്നത്. പിന്നെ ഞാൻ മേടിക്കാറുണ്ടായിരുന്ന ബേബി ഹഗ്ഗിൻ്റെതായിരുന്നു. ബേബി ഹഗ്ഗും ഒരു പ്രാവശ്യം മേടിച്ച്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഞാൻ പിന്നെ അത് ഞാൻ മേടിച്ചിട്ടില്ല. നല്ല ലീക്കേജ് വന്നിട്ട് അതിനൊരുവിധം ബാഡ് റിവ്യൂ. ബേബി ഹഗ് തന്നെയല്ലല്ലോ, ഹഗ്ഗീസോ എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഹഗ്ഗീസോ ബേബി ഹഗ്ഗോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൺഫേം ആയിട്ട് ഏതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ അത് ഞാൻ ഒരു നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ട് വലിയ ബൾക്ക് സാധനവും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ലീക്കേജ് പറഞ്ഞാൽ നല്ല ലീക്കേജ് ഉണ്ടായിരുന്നു. അതിന് പുറമെ നല്ല റാഷും ഉണ്ടായിരുന്നു മോന്. അതോടുകൂടി ഞാൻ ആ ഡയപ്പർ, അതായത് ആ ബ്രാൻഡ് മേടിക്കാൻ നിർത്തി. ഹഗ്ഗീസ് ആണ് എനിക്ക് തോന്നുന്നത്, ഒരു റെഡ് കളർ, ന്യൂ അല്ല കേട്ടോ, പഴയ വേർഷനാണ് ഞാൻ പറയണത്. എന്നിട്ട് അതിന് ഇപ്പം റിവ്യൂ വല്ലാണ്ടൊന്നുമില്ല. ഫ്ലിപ്കാർട്ടിലായാലും ആമസോണിലൊന്നും വലിയ റിവ്യൂ ഇല്ല. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു ക്വിക്ക് അപ്ഡേറ്റ് റിവ്യൂ വ്ളോഗായിരുന്നു ഇന്ന്. സോ ഡയപ്പറിൻ്റെ ഏകദേശം തീരുമാനമായിട്ടോ. ഞാൻ ഇത് രണ്ടും ഇനി മേടിക്കുള്ളൂ. ഒന്നെങ്കിൽ ബംടം മഴ ചെയ്തു, ഒന്നെങ്കിൽ ബംടം ഡയപ്പർ അല്ലെങ്കിൽ ലിറ്റിൽസ്. ഇത് രണ്ടിലേതിലേ മേടിക്കുള്ളൂ. ബംടം അല്ല, ഈ ലിറ്റിൽസ് തന്നെ 275 എന്ന് പറഞ്ഞാൽ സോറി 275 എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. സോ ഇറ്റ്സ് അഫോർഡബിൾ ഫോർ മീ. അറ്റ് 40 ഫാൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും കണ്ണും കാതും ഓർത്ത് നിൽക്കണം. എവിടുന്ന എപ്പോഴാണ് ഓഫർ വരിക എന്ന് പറയാൻ പറ്റില്ല. സോ do check out my link that I'm providing in my description box. So അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. പിന്നെ കുറേ പേരെൻ്റെ വീഡിയോ ഇത് കാണാണ്ട്, അതായത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. സോ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാം. വലിയ പണിയൊന്നുമില്ലല്ലോ. ആ ഒരു റെഡ് കളർ ബട്ടൺ ഒന്ന് അമർത്തി കൊടുത്താൽ മതി, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, നിങ്ങളൊന്ന് പ്രസ് ചെയ്താൽ എനിക്കൊരു ഉപകാരമാകും, നിങ്ങൾക്കൊരു സന്തോഷമാവും ഇടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുന്നത് വീഡിയോ. അപ്പം നാളെ കാണാം. നാളെ ഞാൻ ഇൻഷാ അല്ലാ എൻ്റെ അബായ കളക്ഷൻസ് ഇടാൻ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ, ലെറ്റ് മീ ട്രൈ. നല്ല വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ പറ്റുള്ളൂ, ലൈറ്റ് ഇല്ലെങ്കിൽ ഒരു സുഖമല്ല. സോ നാളെ കാണാം. ബൈ ബൈ.